പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെയാൽ ധാരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. നല്ലവനും കാരുണ്യവാനുമായ ദൈവമേ, ഈ 3 മണി സമയം നിന്റെ കരുണയെ ഓർത്ത് കരുണയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഈ നിമിഷം വരെ ആയിരിക്കുന്നത് നിന്റെ അനന്തമായ വലിയ കരുണയാലാണ് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം എന്തുമാത്രം വലുതാണ് എന്ന് ഞങ്ങൾ അതേക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും. ഇത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ കരുണ ചൊരിഞ്ഞ നല്ല തമ്പുരാനെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ മുമ്പിലായിരിക്കുമ്പോൾ ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ അനന്തമായ കരുണയെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിന് മുമ്പിലായിരിക്കുന്ന നിമിഷങ്ങളാണ്. ഈ ഒരു നിമിഷം വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും ദൈവത്തിൽ ആനന്ദിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണമെന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഒത്തിരിയേറെ ആളുകളെ കാണുമ്പോൾ അവരുടെയൊക്കെ ഏറ്റവും വലിയ ഒരു സങ്കടമെന്ന് പറയുന്നത് ഞങ്ങളുടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇപ്രകാരമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒത്തിരിയേറെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന അസുഖങ്ങളുണ്ട്, രോഗത്തിൻ്റെ അവസ്ഥകൾ, തടസ്സങ്ങളുണ്ട്, കടബാധ്യതകൾ. അപ്പോൾ ഇത്രമാത്രം പ്രശ്നങ്ങളുടെ നടുവിൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റും? എങ്ങനെ ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും? ഇതിനൊക്കെയുള്ള ഒരു മറുപടി വചനം നമുക്ക് തരുന്ന ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം, പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനം കാരണം പറയുകയാണ്: അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഇത്രയും കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ഹബക്കുക്ക് പ്രവാചകൻ പറയും. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ തകർച്ചകളുടെയും നടുവിൽ അവൻ ദൈവത്തിൽ ആനന്ദിക്കും എന്നുള്ള കാര്യം പറയുകയാണ്. വീണ്ടും പറയുകയാണ്: എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ മനോഭാവത്തോടെ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ പറ്റും. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ, സമ്മർദ്ദങ്ങളുടെയൊക്കെ നടുവിൽ നമ്മൾ അവിടെ കൊണ്ട് തീർന്നു പോവുകയാണ്, മനസ്സ് പടുത്തു പോവുകയാണ്. എപ്രകാരം മുന്നോട്ട് പോകണമെന്ന് പോലും നമുക്ക് മനസ്സിലാകാതെ കഷ്ടപ്പെടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇത്രമാത്രം സാഹചര്യങ്ങളുടെ നടുവിൽ സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, തകർന്നടിയുന്ന സാഹചര്യങ്ങളായിക്കോട്ടെ, ദൈവം തരുന്ന ഒരു വലിയ ഉറപ്പുണ്ട്: മകനെ, മകളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ
7, 8 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്: ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എന്തെന്നാൽ കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ്റെ ഈ ഒരു മനോഭാവം നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വലിയ ദൈവിക സംരക്ഷണം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും ഒരു നല്ല നരജപയെ ഉറങ്ങാനോ അല്ലെങ്കിൽ വിശ്രമിക്കാനോ പോലും നമുക്ക് സാധിക്കാതെ ഒത്തിരിയേറെ ആകുലപ്പെട്ട് ജീവിക്കുന്ന നിരവധി ആളുകളെ കാണാൻ പറ്റും. ഇവിടെ വചനം പഠിപ്പിക്കുന്നൊരു കാര്യമാണ്: ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം. അതായത് ധാന്യവും വീഞ്ഞും ഒക്കെ എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകും, സമ്പത്തുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സമൃദ്ധി ഉണ്ടാകുമ്പോഴൊക്കെയാണ്. ഒത്തിരിയേറെ ആളുകൾ ഇന്ന് പരക്കം പായുന്നത് ഈ ഒരു വലിയ സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു സമൃദ്ധി നേടിയെടുക്കാൻ വേണ്ടിയാണ്. കുറച്ച് കാശുണ്ടാക്കണം, ജീവിക്കണം, എങ്ങനെയായാലും എല്ലാ സുഖ സൗകര്യങ്ങളോട് ജീവിക്കണമെന്നൊക്കെയുള്ള ഒരു മനോഭാവത്തോടെ ഓടുന്ന നിരവധി ആളുകളെ കാണാൻ പറ്റും. പക്ഷെ ജീവിക്കാൻ മറന്നു പോവുകയാണ് ഓട്ടത്തിനിടയിൽ. അങ്ങനെയുള്ള ആളുകൾ അവർ കുറേ സമ്പത്ത് നേടിയെടുത്തിട്ട് അനുഭവിക്കുന്ന ആ ഒരു വലിയ സമ്പത്തിനേക്കാൾ വലിയ ഒരു സന്തോഷം ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടും. അതാണ് പറഞ്ഞു വെക്കുന്നത്: അതിലെ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. അതായത് ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഒരു വലിയ ആനന്ദം. ഈ ഒരു ആനന്ദം നമ്മുടെ ഉള്ളിൽ നിറയാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഏറ്റവും ശക്തമായിട്ട് ഏത് സാഹചര്യങ്ങൾ, സങ്കടത്തിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രതിസന്ധികളുടെ ആയിരിക്കും, തടസ്സങ്ങളുടെ ആയിരിക്കും, അല്ലെങ്കിൽ രോഗത്തിൻ്റെ ആയിരിക്കും, ഈ അവസ്ഥകളിലൊക്കെ നടുവിലും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൽ സന്തോഷിക്കുവാനും പറ്റും. കാരണം ദൈവം നമ്മുടെ ഉള്ളിൽ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ ഈ ലോകത്തിലെ ശക്തിക്ക് തരാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ശക്തമായ ഒരു വലിയ സംരക്ഷണവും സമാധാനം നിറയ്ക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്: ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്ന് എഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മൾ കിടക്കുന്നതും ഉറങ്ങുന്നതും എണീക്കുന്നതും ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ വലിയ കരുണയാലാണ്. അതുകൊണ്ടാണ് വചനം നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുക. റോമാക്കാർക്കെതിരെ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം: മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. കാരണം ഇത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുണ്ട്, ഓരോ കാര്യങ്ങളും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം അറിയാതെ ഒന്നുമല്ല. അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അവിടെ തളർന്നു പോകാതെ അതിനെ ധീരതയോടെ നേരിടാനും ദൈവത്തിൽ സന്തോഷിക്കുവാനും നമുക്ക് സാധിക്കണം. ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ: കർത്താവേ, അവിടുത്തെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവേ, അവിടുന്നാണ് എൻ്റെ ബലം. നമുക്കൊക്കെ അപ്രകാരം പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു വലിയ മാറ്റം, അതാണ് ആ വചനം ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സങ്കീർത്തനം 1-ാം സങ്കീർത്തനം പറയുന്ന കാര്യം ഇതാണ്: അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അതായത് ദൈവത്തോട് ചേർന്നിരിക്കുന്നവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും ഒക്കെ അനുസരിച്ച് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് ജീവിക്കും. ഇന്ന് പലപ്പോഴും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും മാറാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ ദൈവത്തോട് ചേർന്നിരുന്ന് നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നത് നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അനുസരിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി ജീവിക്കുമ്പോഴാണ്. അവിടെ ദൈവത്തിൻ്റെ വലിയ സ്നേഹം അത് കരുണയായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകും. കർത്താവ് നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളിലാരും നശിച്ചു പോകാൻ പാടില്ല, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം.
അതിനുവേണ്ടിയാണ് ദൈവം ഇത്രമാത്രം സ്നേഹവും കരുണയും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ചൊരിയുക. വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം കരുണ കാണിക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അനുതാപത്തിലേക്ക് തിരിച്ചു വന്ന് കർത്താവിൽ ആശ്രയിക്കുന്നവരായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സവിശേഷത, അത് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. ഹബക്കൂക്ക് പ്രവാചകനെ പോലെ എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടെങ്കിലും കർത്താവിൽ ആനന്ദിക്കുന്നതിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല. അപ്രകാരം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ ഓരോ നിമിഷവും നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുന്നത് കാണാൻ പറ്റും. ഈ ഒരു വലിയ കൃപ നമ്മുടെ ജീവിതങ്ങളിൽ നിറയുവാനായിട്ട്, വലിയ അഭിഷേകമായി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന സമയം പൂർണ്ണമായ ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കി ആ കരുണയിൽ അഭയം പ്രാപിക്കുവാനും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സൗഭാഗ്യമായ നിത്യജീവൻ സ്വന്തമാക്കുവാനും കർത്താവേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപികളും ബലഹീനരും അയോഗ്യരും നന്ദിയില്ലാതെ കർത്താവ് നിന്റെ സ്നേഹത്തിൽ നകന്നുപോയവരുമാണ് ഞങ്ങൾ. നീ ഞങ്ങളോട് കാണിക്കുന്ന നിന്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് നിന്റെ സ്നേഹത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ മുമ്പിലായിരിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. വളരെ പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ജീവിത പങ്കാളിയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാം സമൃദ്ധമായിട്ട് നിന്റെ കരുണയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ കഷ്ടതകളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്ന നിരവധി ദൈവമക്കളുണ്ട്. അവരെല്ലാം കർത്താവെ സമർപ്പിക്കുന്നു. നിന്റെ സ്നേഹം എന്താണ്, നിന്റെ കരുണ എന്താണെന്നൊന്നും അറിയാതെ, അതിലൊന്നും വിശ്വാസം പോലുമില്ലാതെ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയ നിരവധി മക്കളുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു, യുവജനങ്ങളെ സമർപ്പിക്കുന്നു, പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ, എല്ലാറ്റും ഉപരിയായി നിന്റെ സ്നേഹം മനസ്സിലാക്കുവാനും നിന്റെ സ്നേഹത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ആ ഒരു സമൃദ്ധിയിൽ ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ അധികമായി നീ തരുന്ന സന്തോഷത്തിന് വേണ്ടി ആഗ്രഹിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവ് നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവെ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും